തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച തുടരുകയാണ്. ഈ സെഷനിൽ എന്നോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJPയുടെ പ്രതിനിധി S. നന്ദു, ഇടതുമുന്നണിയുടെ പ്രതിനിധി സലീം മടവൂർ. ഞാൻ സലീം മടവൂരിലേക്ക് പോവുകയാണ്. സലീം മടവൂർ, ഇടതുമുന്നണിക്കുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ സംഘടനാപരമായ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇപ്പോഴും പരാജയം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. മാത്രമല്ല, ഈ UDF ഉണ്ടാക്കിയ നേട്ടം അത് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് എന്ന് പറയുന്നു. BJP കാര്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിനോട് താങ്കൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ സലീം മടവൂർ? അല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ വേണ്ട രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല. പകരം മറ്റു വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് വലിയ തിരിച്ചടിക്ക് ഒരു കാരണമായത്. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഇത്ര വലിയൊരു തിരിച്ചടി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കണം. നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടോ? അതേപോലെ തന്നെ നേരത്തെ മേയറുടെ വളരെ ചെറുപ്പമായ മേയറാണ്. അവരുടെ പക്വതക്കുറവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ജനങ്ങളല്ലാതെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി LDF-നെതിരെ എങ്ങനെ വന്നു? വൈകിയ വേളയിലാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടല്ലേ ഇടതുപക്ഷ ജനാധിപത്യം അല്ലേ സലീം മടവൂർ? വൈകിയ വേളയിൽ അത് സമ്മതിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് നടന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയാണ് കൊട്ടിഘോഷിച്ചത്. ഇപ്പൊ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഒരു കൗൺസിലർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ഓഫീസ് കോർപ്പറേഷനിലെ ഓഫീസ് ഒരു കോക്കസ് കേന്ദ്രമായിട്ട് മാറി എന്ന് പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശനം ഉയരുന്നു. ഇത് തിരിച്ചറിയാൻ വൈകിയതാണ്. നേരത്തെ തന്നെ അറിയാലോ, ഇവർക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അഴിമതി ആരോപണം അടക്കം ഉയർന്നിരുന്നു മേയർക്കെതിരെ. എന്നിട്ടും വേണ്ട രീതിയിൽ പാർട്ടി ഇടപെട്ടില്ല. പാർട്ടി അവരെ കയറൂരി വിടുകയായിരുന്നില്ലേ? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രിക്കാൻ കുറച്ചുകൂടെ ബസ്സിലെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് കുറച്ചുകൂടെ ജനങ്ങളുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതൊന്ന് പരസ്യമായ എൻ്റെ നിലപാട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് മേയറുടെ അപക്വമായ നിലപാടാണ് എന്ന്. അത്തരം നിലപാടുകളൊക്കെ തന്നെ തിരുവനന്തപുരം പോലെ കുറച്ച് അഭ്യസ്തവിദ്യരുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ആ രൂപത്തിൽ ചിന്തിക്കും. അതേപോലെ തന്നെ PM ശ്രീയെ സംബന്ധിച്ചുള്ള വിവാദവും ശബരിമല വിവാദവും ഒക്കെ തന്നെ അതൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് വോട്ടുകളെ ധ്രുവീകരിക്കാൻ വേണ്ടി BJPക്ക് എളുപ്പം സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസും അതിനെ മറ്റൊരു തരത്തിൽ ധ്രുവീകരിച്ചു. അപ്പൊ കോൺഗ്രസ് ഇളക്കി വെച്ച മണ്ണിൽ നിന്ന് സത്യത്തിൽ അതിന്റെ ഗുണം നേടിയത് BJP ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. മൂന്നാം LDF ഗവൺമെന്റ് വരുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഈ തിരിച്ചടി അതിൽ മുന്നണിക്കുണ്ടായ പാളിച്ചകൾ കണ്ടെത്തിക്കൊണ്ട് തിരുത്തു തന്നെ ചെയ്യും. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങളുടെ ഒരു വികാരം എന്താണ്, എങ്ങനെ അത് വന്നു എന്നുള്ളത് പരിശോധിച്ച് സ്വാഭാവികമായും മുന്നണി തിരുത്തലുകൾ വരുത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരാനുള്ള. കാരണം ഇത് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. 1991 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കൗൺസിൽ അന്നത്തെ അതിലൊക്കെ വലിയ ഭൂരിപക്ഷം നേടി. 14-ൽ 13 നേടിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ, അതായത് നമ്മൾ നേരത്തെ നടത്തി 5 വർഷം എന്നുള്ളത് 4 ആക്കി. അസംബ്ലി ഇലക്ഷൻ അന്ന് നേരത്തെ നടത്തി. പക്ഷെ തെരഞ്ഞെടുപ്പ് തോറ്റുപോയി. അതുകൊണ്ട് ഇതൊന്നും ഒരു സ്ഥായിയായ റിസൾട്ട് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല സലീം മടവൂർ, താങ്കൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അതിന് മാത്രം എന്ത് വികസന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? കൂടുതലായും വിവാദങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നില്ലേ? ഏറ്റവും ഒടുവിൽ നോക്കൂ, സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരാണ്. നോക്കൂ, CPM പ്രതികൂട്ടി നിൽക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അല്ല അനിൽ നമ്പ്യാരെ, നിങ്ങള് ഒരു കഴിവുള്ള മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പൊ BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായി പോയത് കൊണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരാണ്. നിങ്ങൾ അതിനപ്പുറത്ത് വലിയ കഴിവുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ഇത്രയും വലിയ ക്ഷേമ പദ്ധതികൾ, നമ്മുടെ ഈ ലൈഫ് പദ്ധതി,
അതേപോലെ തന്നെ കേരളത്തിലെ പെൻഷൻ പദ്ധതികൾ, അതേപോലെ വയനാട്ടിലെ പുതിയ പാർപ്പിട പദ്ധതികൾ, കേരളം സാമ്പത്തികമായി വളരുന്നു, ധനകമ്മി കുറച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കേരളം സമസ്ത മേഖലകളിലും നടത്തുന്ന മുന്നേറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് കാണരുത്. ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ സലിം മടവൂർ, മാറ്റങ്ങളൊക്കെ ഞാൻ നമ്മുടെ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുകയല്ല. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം ബി ജെ പിയുടെ ചാനലല്ല ജനൻ ടി വി, അത് പലവരും പറഞ്ഞതാണ്. താങ്കളുടെ ആത്മശാന്തിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആത്മസുഖത്തിന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ നോക്കൂ, വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് ബി ജെ പി ഇറങ്ങിയത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വികസന അജണ്ടയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം. അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇരുട്ടാക്കാൻ പറ്റുമോ? അല്ല, അതിപ്പോ തുടർച്ചയായ ഒരു മുന്നണി ഭരിക്കുന്ന സമയത്ത് ഒരു മാറ്റമൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഉണ്ടായത്, തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്, ഇപ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ വികസന പദ്ധതികൾ, അതിൽ നിന്ന് മാറി ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് സെറ്റ് ചെയ്ത അജണ്ടയിലേക്കാണ് തെരഞ്ഞെടുപ്പ് പോയത് എന്നുള്ളതാണ്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ശബരിമലയും ബി ജെ പിയും കോൺഗ്രസും സെറ്റ് ചെയ്ത അജണ്ട നോക്കൂ. കോൺഗ്രസ് നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ, ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയല്ലേ, പ്രധാനപ്പെട്ട ഒരു കക്ഷിയല്ലേ. നിങ്ങൾ കേരളത്തിൽ മാത്രമല്ലേ ഇങ്ങനെ പരസ്പരം ചേരിതിരിഞ്ഞ് അടികൂടുന്നുള്ളൂ. വാളയാർ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഭായ് ഭായ് അല്ലേ. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അങ്ങനെ എന്ത് അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ട്, അതായത് ശബരിമല മറ്റു വിഷയങ്ങളൊക്കെ തന്നെ കുറച്ച് അഗ്രസീവായിട്ട് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷമാണ്, കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടത് എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഹിന്ദു സമുദായ നേതാക്കന്മാരാണല്ലോ, തള്ളിക്കളയാൻ പറ്റും. അവര് ഉത്തരവാദിത്വത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനാണ് SIT-യും അന്വേഷണവും അറസ്റ്റും ഒക്കെ നടക്കുന്നത്. ഈ ഗവൺമെന്റ് തന്നെ നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നടപടി വരുന്നു. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മറ്റ് ചർച്ചകൾക്കൊന്നും അവർ നിൽക്കുകയല്ല. അവർ ആദ്യം തന്നെ ഒന്നാം ഘട്ടം ആരാണ് ശബരിമല നോക്കാൻ, ഇത് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റും അവിടുത്തെ ദേവസ്വം ബോർഡുമാണ്. എങ്കിൽ അതിന്റെ കാര്യകാരണത്തിലേക്കൊന്നും അവർ പിന്നെ കടക്കുകയല്ല. ഇതെങ്ങനെ പോയി, എന്താണ് സാഹചര്യം എന്നൊന്നും പരിശോധിക്കാതെ അവർ വളരെ പെട്ടെന്ന് വൈകാരികമായി പെരുമാറും. അപ്പൊ അത് പെട്ടെന്നുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത്. പക്ഷേ SIT അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി എങ്ങനെ പോയി, എവിടെ പോയി എന്നൊക്കെ തന്നെ ഏതാണ്ട് 10-15 ദിവസത്തിനുള്ളിലെല്ലാം പുറത്തു വരും. അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് സ്വാഭാവികമായും ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപക്ഷെ ഈ BJP-ക്കൊക്കെ വോട്ട് ചെയ്ത ആളുകൾ തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ തിരുത്തപ്പെടും, ആളുകൾക്ക് തെറ്റിദ്ധാരണ മാറും. ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ന്യൂനപക്ഷ മേഖലയിൽ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ ഈ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി പരസ്യമായിട്ട് അത് BJP-ക്ക് അടിയറ വെച്ചു എന്നുള്ള രൂപത്തിൽ പ്രചരണം നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ പഠിക്കണം, പരിശോധിക്കണം. അത് കഴിഞ്ഞാൽ ബാക്കി തീരുമാനം വരും.